1699 മെയ് 4 ഗള്ളിവർ ബ്രിസ്റ്റോളിൽ നിന്ന് ആന്റിലോപ്പ് എന്ന കപ്പലിൽ തന്റെ സഹയാത്രികരുമൊത്ത് ഈസ്റ്റ് ഇൻഡീസിലൂടെ യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് കപ്പൽ ഒരു അക്രമാസക്തമായ കൊടുങ്കാറ്റിൽ അകപ്പെടുന്നു. കൊടുങ്കാറ്റിൽപ്പെട്ട് കപ്പൽ തകരുകയും 12 ജീവനക്കാർ മരണപ്പെടുകയും ചെയ്യുന്നു. ഗള്ളിവർ ഉൾപ്പെടെ 6 യാത്രികർ രക്ഷപ്പെടാനായി ഒരു ചെറിയ ബോട്ടിൽ കയറുന്നു. അധികം വൈകാതെ ആ ബോട്ട് തകരുകയും ഗള്ളിവർക്ക് തന്റെ കൂട്ടാളികളെ കണ്ടെത്താൻ കഴിയാതെ വരികയും ചെയ്യുന്നു. അവസാനം ഗള്ളിവർ ഒറ്റയ്ക്ക് കര ലക്ഷ്യമാക്കി നീന്താൻ തുടങ്ങുന്നു. നോട്ടിംഗ്ഹാംഷെയറിലെ ഒരു കുടുംബത്തിലെ 5 ആൺമക്കളിൽ മൂന്നാമനായാണ് ലെമുവൽ ഗള്ളിവറുടെ ജനനം. കേംബ്രിഡ്ജിൽ പഠനം തുടർന്ന ഗള്ളിവറെ തുടർന്ന് പഠിപ്പിക്കാൻ ദാരിദ്ര്യം മൂലം കുടുംബത്തിന് കഴിയാതെ വരികയും ഗള്ളിവറെ ലണ്ടനിലെ ഒരു സർജന്റെ സഹായിയായി ജോലി ചെയ്യാൻ അയക്കുന്നു. ദൂരെയുള്ള രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹമുള്ള ഗള്ളിവർ അതിന്റെ ഭാഗമായി ഗണിതവും നാവിഗേഷനും ജെയിംസ് ബേറ്റ്സ് എന്ന വ്യക്തിയുടെ കീഴിൽ നിന്നും പഠിച്ചെടുക്കുന്നു. കൂടാതെ ലെയ്ഡനിൽ നിന്നും ഫിസിക്സും പഠിക്കുന്നു. തുടർന്ന് 3 വർഷത്തേക്ക് സാലോ എന്ന കപ്പലിൽ ശസ്ത്രക്രിയാ വിദഗ്ധനായി ജോലി ചെയ്യുകയും ലണ്ടനിൽ സ്ഥിരതാമസമാക്കുകയും ചെയ്യുന്നു. പിന്നീട് മേരി ബട്ടൺ എന്ന സ്ത്രീയെ വിവാഹം കഴിക്കുന്നു. ഗള്ളിവർ തന്റെ യാത്രയോടുള്ള അഭിനിവേശം മൂലം ആന്റിലോപ്പ് എന്ന കപ്പലിൽ ഒരു നീണ്ട യാത്ര പുറപ്പെടുന്നു. യാത്രാമധ്യേ കപ്പൽ കൊടുങ്കാറ്റിൽ അകപ്പെടുകയും കപ്പൽ തകരുകയും ചെയ്യുന്നു. കൂടെ ഉണ്ടായിരുന്നവരെല്ലാം മരണപ്പെടുകയും ഗള്ളിവർ മാത്രം കര ലക്ഷ്യമാക്കി നീന്തിക്കൊണ്ടിരുന്നു. അങ്ങനെ അവസാനം ഒരു ദ്വീപിലെത്തപ്പെട്ടു. സുരക്ഷിതമായി കരയിലെത്തിയ ഗള്ളിവർ വിശ്രമിക്കാൻ പുല്ലിൽ കിടന്നു. താമസിയാതെ അയാൾ ഉറങ്ങിപ്പോകുന്നു. കുറച്ചു കഴിഞ്ഞ് ഗള്ളിവർ കണ്ണു തുറന്നപ്പോൾ അവന്റെ കൈകളും കാലുകളും നീളമുള്ള മുടിയും കയറുപയോഗിച്ച് നിലത്ത് ബന്ധിപ്പിച്ചിരിക്കുന്നതായി അയാൾ കണ്ടെത്തുന്നു. അവൻ മുകളിലേക്ക് നോക്കിയപ്പോൾ കത്തിജ്വലിക്കുന്ന സൂര്യൻ അവന്റെ കാഴ്ചയെ മറച്ചു. അവന്റെ കാലിലും നെഞ്ചിലും മുകളിലൂടെ എന്തോ ചലിക്കുന്നതായി അയാൾക്ക് തോന്നി. താഴേക്ക് നോക്കിയപ്പോൾ ഗള്ളിവർക്ക് അത്ഭുതം തോന്നി. 6 ഇഞ്ച് ഉയരമുള്ള ചെറിയ കുള്ളന്മാർ അമ്പും വില്ലുമായി അവിടെ നിൽക്കുന്നു. കൂടാതെ 40 അതിൽ കൂടുതലോ കുള്ളന്മാർ അവന്റെ ശരീരത്തിൽ കയറുന്നു. ഇത് കണ്ട് ഗള്ളിവർ ആശ്ചര്യപ്പെടുകയും ഉറക്കെ അലറി വിളിക്കുകയും കുള്ളന്മാർ ഭയപ്പെടുകയും ചെയ്യുന്നു. ഗള്ളിവർ എത്തിച്ചേർന്നത് ലില്ലിപുട്ട് എന്ന കുള്ളന്മാരുടെ ദ്വീപിലായിരുന്നു. ഗള്ളിവരുടെ കൈകളേക്കാൾ വലിപ്പം കുറഞ്ഞ കുള്ളന്മാർ അയാളെ അമ്പുകൾ കൊണ്ട് ആക്രമിക്കുന്നു. തന്നെ ബന്ധനസ്ഥനാക്കിയ കയറിൽ നിന്ന് രക്ഷപ്പെടാൻ ഗള്ളിവർ നോക്കിയെങ്കിലും അയാൾ പരാജയപ്പെടുന്നു. കുള്ളന്മാരുടെ ഭാഷ ഗള്ളിവർക്ക് മനസ്സിലാകുന്നില്ല. തനിക്ക് വിശക്കുന്നുവെന്ന് ഗള്ളിവർ സൂചിപ്പിച്ചപ്പോൾ കുള്ളന്മാർ അയാൾക്ക് ഭക്ഷണ പദാർത്ഥങ്ങൾ എത്തിച്ചു കൊടുക്കുന്നു. പിന്നീട് ഗള്ളിവറെ എല്ലാ കുള്ളന്മാരും ചേർന്ന് കെട്ടിവലിച്ച് രാജാവിന്റെ മുമ്പിൽ എത്തിക്കുന്നു. രാജാവ് ഗള്ളിവർക്ക് കിടക്കാൻ ഒരു പഴയ പള്ളി ഒരുക്കി കൊടുക്കുന്നു. ഗള്ളിവറുടെ ശരീരവലിപ്പം കണ്ട് പേടിച്ച ലില്ലിപൂട്ടിലെ കുള്ളന്മാർ അയാൾ അപകടകാരിയാണെന്ന് വിചാരിച്ച് ഗള്ളിവറെ പള്ളിയിൽ ബന്ധനസ്ഥനാക്കുന്നു. ഗള്ളിവർ അപകടകാരിയല്ല എന്ന് മനസ്സിലാക്കിയ രാജാവ് അയാളെ ലില്ലിപൂട്ടിലെ ഭാഷ പഠിപ്പിക്കുന്നു. കൂടാതെ തങ്ങളുടെ നിയമങ്ങൾ അനുസരിക്കുകയാണെങ്കിൽ ഗള്ളിവറെ കെട്ടഴിച്ചു വിടാം എന്നും രാജാവ് പറയുന്നു. പിന്നീട് സ്വതന്ത്രനായ ഗള്ളിവർക്ക് അയാളുടെ വാളും തോക്കും തിരിച്ചേൽപ്പിക്കുന്നു. ലില്ലിപുട്ട്, ബ്ലഫെസ്ക്യൂ എന്നീ 2 ദ്വീപുകൾ തമ്മിലുള്ള ശത്രുതയെപ്പറ്റിയും അവർ തമ്മിലുള്ള യുദ്ധത്തെപ്പറ്റിയും ഗള്ളിവർ മനസ്സിലാക്കുന്നു. അങ്ങനെ ലില്ലിപുട്ടിലെ രാജാവിനെ യുദ്ധത്തിൽ സഹായിക്കാമെന്ന് വാക്കുകൊടുത്ത ഗള്ളിവർ ബ്ലഫെസ്ക്യൂവിന്റെ 40 വലിയ കപ്പലുകൾ കെട്ടിവലിച്ച് ലില്ലിപുട്ടിലേക്ക് കൊണ്ടുവരുന്നു. ഇത് കണ്ട രാജാവിന് സന്തോഷമായി. പക്ഷേ അത്യാഗ്രഹിയായ രാജാവ് തന്റെ ശത്രുക്കളായ ജനങ്ങളെ കൊല്ലാൻ ആവശ്യപ്പെടുന്നു. പക്ഷേ ഗള്ളിവർ ഈ അപേക്ഷ നിരസിക്കുന്നു. ഇത് രാജാവിന് ഗള്ളിവറോടുള്ള ശത്രുത വർദ്ധിപ്പിക്കുന്നു. അങ്ങനെ ഗള്ളിവർ ലില്ലിപുട്ടിൽ നിന്നും ബ്ലഫെസ്ക്യൂവിലേക്ക് പലായനം ചെയ്യപ്പെടുന്നു. ബ്ലഫെസ്ക്യൂവിലെത്തിയ ഗള്ളിവറെ അവർ സ്വീകരിക്കുകയും അവരുടെ സഹായത്തോടെ അവിടെ കിടന്നിരുന്ന തകർന്ന ഒരു വലിയ യുദ്ധക്കപ്പൽ ശരിയാക്കിയെടുത്ത് യാത്ര ആരംഭിക്കുകയും ചെയ്യുന്നു. തുടർന്ന് ഒരു ഇംഗ്ലീഷ് വ്യാപാര കപ്പൽ കടലിൽ നിന്ന് ഗള്ളിവറെ രക്ഷപ്പെടുത്തുന്നു. ഒടുവിൽ അദ്ദേഹം തന്റെ സ്വദേശമായ ഇംഗ്ലണ്ടിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു.